രാജേഷിന്റെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയാണ്? ഞെട്ടിച്ചോ? പൃഥ്വിരാജിന്റെ പെർഫോമൻസ് അടിപൊളിയാണ്. ഞാൻ നോവൽ വായിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സിനിമ കാണുമ്പോൾ നമ്മൾ നോവലിലേക്ക് നമ്മൾ പെട്ടെന്ന് കണ്ണോടിച്ചു പോകും. കാരണം അതിലുള്ള കഥാപാത്രങ്ങളൊക്കെ ഏകദേശം സെയിം ആണ്. പൃഥ്വിരാജിന്റെ എന്താ പറയുക, പൃഥ്വിരാജിന്റെ അഭിനയം ഒരു രക്ഷയില്ല. പിന്നെ AR റഹ്മാൻ മ്യൂസിക് ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. കാരണം AR റഹ്മാന്റെ വലിയൊരു ഫാനാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഉള്ള പോലെ തന്നെ നല്ല പാട്ടാണ്. പിന്നെ പൃഥ്വിരാജിന്റെ അഭിനയം സൂപ്പറാണ്. പിന്നെ നോവലിലുള്ള ചെറിയ ചെറിയ ഭാഗങ്ങൾ ഒഴിച്ച് ബാക്കിയൊക്കെ അതുപോലെ തന്നെ ചിത്രീകരിച്ചിട്ടുണ്ട്, ഒരു മാറ്റവും ഇല്ല. ഒരേ ഒരു രാജാവ് ലാലേട്ട മമ്മൂക്ക കിരീടം അങ്ങ് പൃഥ്വിയോടിന് കൊടുത്തേരെ. മലയാള സിനിമയുടെ ഒരേ ഒരു രാജാവ് പൃഥ്വിരാജ് സുകുമാരൻ. അത്രയും പുള്ളീനെ തള്ളി പറഞ്ഞവർ വരെ പുള്ളീനെ ഏറ്റെടുക്കുന്നവരിലുണ്ടാവും. അഹങ്കാരി എന്ന് പറഞ്ഞു പല ഇതിൽ മാറ്റി നിർത്തിയത് തന്നെ ഇപ്പം ഏറ്റവും വലിയൊരു എക്സ്ട്രീം ഒരു ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. മലയാള സിനിമയുടെ നമ്പർ വൺ ആണ്. ബ്ലസി സാറ് നമ്പർ 1 ഡയറക്ടറാണ്. ബെന്യാമിൻ സാറ് മേക്കപ്പ് മാൻ, ഒരു രക്ഷയില്ല. എല്ലാം കരയിച്ചോന്നാണ്. അതിൻ്റെ ഫസ്റ്റ് പോസ്റ്റ് ലുക്ക് ഇറങ്ങിയപ്പോൾ തന്നെ കരച്ചിലായിരുന്നു. ഫസ്റ്റ് ടൈറ്റിൽ വന്നപ്പോൾ തന്നെ ഭയങ്കര ഇതായിരുന്നു. ഓസ്കാർ നേടട്ടെ, എല്ലാ അവാർഡുകളും വാരി കൂട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ജീവനോട് ഉണ്ടെന്ന് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. രാജീവിനെ അവിടെ നിന്ന് കാണാൻ പറ്റി, ഭയങ്കര സന്തോഷമായിരുന്നു. റിയൽ ക്യാരക്ടർ ഒരു കൈ സല്യൂട്ട് ചെയ്യാൻ തോന്നി. അതിനപ്പുറം പൃഥ്വിരാജിനുണ്ട്. അതേ രീതിയിൽ പോയി ആ ജീവിതം അതേ രീതിയിൽ കാണിച്ചു. ട്രാൻസ്ഫോർമേഷൻ ആയാലും കിഡിലനായിരുന്നു. ബോഡി കാണിക്കുന്ന ഒരു സീനുണ്ട്, അതിൽ കൈയടിച്ച് കരഞ്ഞുപോയി പൃഥ്വിരാജിൻ്റെ സീൻ. ആ ബോഡി കാണിക്കുന്ന സീനുണ്ട്. ഇത്രയും കണ്ട് മാറിയല്ലോ ഒരാൾ ക്യാരക്ടറിന് വേണ്ടിയിട്ട്. ഭയങ്കര ഹാറ്റ്സ് ഓഫ്. മലയാളത്തിലേക്ക് ഒരു ഓസ്കാർ പ്രതീക്ഷിക്കാന്നാണ്. രാജേഷിന് ഒരു ഓസ്കാർ കിട്ടാൻ ചാൻസ് ഉണ്ടോ? ഓസ്കാറിന്റെ ക്രൈറ്റീരിയ എങ്ങനെയാണെന്ന് അറിയില്ല. ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാൻ ഇതുണ്ടെങ്കിൽ നോമിനേഷൻ പോയിട്ടുണ്ട്, എന്തായാലും പൃഥ്വിരാജിന് കിട്ടണം. പടം അടിപൊളിയാണ്. നിങ്ങളെല്ലാവരും പടം കാണണം. അടിപൊളി മൂവിയാണ്. നല്ല എങ്ങനെ അത് പിക്ചറൈസ് ചെയ്തതെന്ന് ഞാൻ ആലോചിക്കുന്നത്. ക്യാമറ വർക്കൊക്കെ സൂപ്പറാണ്. എങ്ങനെ ഇത്രയും ഒരു ടീം വർക്ക്, എന്താ പറയുക, ഇത്രയും വർഷം ഇതിൻ്റെ പുറകെ നടന്നു എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷനാണ്. അടിപൊളിയാണ്. നിങ്ങളെല്ലാവരും കണ്ടു നോക്കും. പൃഥ്വിരാജ് സാറിൻ്റെ എന്താ പറയുക, ഒരു ഫാനാണ് ഞാൻ. പക്ഷേ ഇതിൽ കൂടുതൽ പുള്ളിയോട് ഒരു ആരാധന തോന്നുന്ന ഓരോ സീൻ കാണുമ്പോഴും എനിക്ക് കൂടുതൽ ആരാധന തോന്നിയായിരുന്നു. അതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ആക്ടിങ്ങാണ്. സാറ് മാത്രമല്ല, എല്ലാവരും ഇതിൽ അഭിനയിച്ച എല്ലാവരും. ഗോകുലിൻ്റെയൊക്കെ ആക്ടിങ് എന്ന് പറഞ്ഞാൽ സൂപ്പറായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. എല്ലാവരും കാണണം. മസ്റ്റ് വാച്ചാണ്. അടിപൊളി പടം, മസ്റ്റ് വാച്ചാണ്. തിയേറ്റർ വാച്ചാണ്. എന്തായാലും വന്ന് കാണണം. അതേപോലെ നോവൽ വായിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി റിലേറ്റബിൾ ആയിട്ടും കുറച്ചും കൂടി ഫീൽ ചെയ്ത് ഫിലിം കാണാൻ പറ്റും. കരയിച്ചോ? കരഞ്ഞു. ഞാൻ ഒരുപാട് കരച്ചു. അത്യാവശ്യം ഒരുപാട് കരഞ്ഞു. കാരണം വെച്ചാൽ എനിക്ക് കുറച്ച് എൻ്റെ ലൈഫായിട്ടും റിലേറ്റഡ് ആയിട്ട് തോന്നി. കാരണം എൻ്റെ മാരേജ് കഴിഞ്ഞ് എൻ്റെ ഹസ്ബൻഡ് 1 മാസം കഴിഞ്ഞപ്പോൾ ഗൾഫിലേക്ക് പോയി. അപ്പോൾ ആ ട്രെയിനിൽ അവർ പിരിയണ ഒരു രംഗം, ശരിക്കും എൻ്റെ ഹസ്ബൻഡ് ട്രെയിനിലാണ് ആദ്യം ബോംബെയിലേക്ക് പോയത്. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഇതായി. പിന്നെ ഞാനെൻ്റെ 5 വർഷം കഴിഞ്ഞാൽ അവിടെ ചെല്ലണത്. അപ്പോൾ എനിക്ക് ശരിക്കും ഞങ്ങൾ ആ ഡിസേർട്ടിൽ കൂടി, എൻ്റെ ഹസ്ബൻഡ് ആദ്യം കുവൈറ്റിലായിരുന്നു. അപ്പോൾ ബാഫറയിൽ ആണ്. അപ്പോൾ ആ ഡിസേർട്ടും കാലം എന്നെ കൊണ്ടൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്നപ്പോൾ പിന്നെ പിള്ളേർ അവിടെ ജനിച്ച് വളർന്നതാണ്. ഞാനിപ്പോൾ 2 വർഷമായിട്ടുള്ള നാട്ടിൽ സെറ്റിലായിട്ട്. അപ്പോൾ എനിക്ക് ശരിക്കും കൂടുതലും ഞാൻ കരഞ്ഞു. അടിപൊളിയായിരുന്നു. വലിയ നഷ്ടമായി പോകും. നല്ല സിനിമയായിരുന്നു. അടിപൊളിയായിരുന്നു. നജീബിക്കും ഇമോഷണലായിരുന്നു കൂടുതലും. എൻ്റെ കണ്ണൊക്കെ പറന്ന് ഫുൾ സീനായിട്ടിരിക്കുക. അപ്പോൾ തന്നെ മനസ്സിലാക്കിക്കൂടെ പടം എങ്ങനെ ഉണ്ടായിരുന്നു? എന്തുവാ പറയണ്ടേ, ഞാനില്ലേ, എനിക്ക് തോന്നുന്നു 777 ചാർലി കണ്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതേപോലെ കരഞ്ഞൊരു പടമില്ല. എന്ന് വെച്ചാൽ ആദ്യം മുതലേ ഞാൻ കരയുമായിരുന്നു. ഓരോ സാധനവും പ്ലസ്സാണ് ചെയ്തു വെച്ചതേ. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ ഈ പറഞ്ഞ പോലെ നമുക്കൊന്നും അനുഭവിക്കാനില്ലല്ലോ. പക്ഷെ ഇതൊക്കെ എല്ലാം അനുഭവിച്ച ഒരാളാകുമ്പോൾ ചിലപ്പോൾ നമ്മൾ പറയും ഇത്രയൊക്കെ ഉണ്ടാവുമോ എന്നൊക്കെ. പക്ഷെ അതെല്ലാം ഉള്ളതല്ലേ. ഒരാൾ എനിക്ക് തോന്നുന്നു ഇതിൽ കൂടുതൽ അനുഭവിച്ചിട്ടുണ്ടാവും അല്ലേ. എന്തായാലും നല്ലതാ. എനിക്ക് വേറെ ഒന്നും പറയാൻ കിട്ടില്ല. നമ്മൾ ഓവറാക്കി പറയാനൊന്നുമില്ല. ഇതിൽ കൂടുതലൊന്നും ഇനി ചെയ്യാനില്ല എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ. നമുക്ക് എല്ലാവർക്കും അദ്ദേഹം ഒരു അഭിനേതാവ് എന്നുള്ള നിലയിൽ 100% കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്.
മലയാളത്തിലേക്ക് ഒരു ഓസ്കാർ പ്രതീക്ഷിക്കുന്ന ഒരു ചിത്രമാണ്, അതായത് അത് വേണം തോന്നുന്നത്. ലോകോത്തര സിനിമയുടെ ലെവലിലേക്ക് മലയാളം ഉയരുന്നതിന് കുറേ സാധ്യതകളുണ്ട്. ആ സാധ്യതകൾ പല അർത്ഥത്തിലും ഈ സിനിമ സാധൂകരിച്ചിട്ടുണ്ടെന്നാണ് തോന്നിയിരിക്കുന്നത്. പോയാൽ നല്ലത്. 16 വർഷത്തെ ജേർണിയാണ്. ശരിക്കും അത് സ്ക്രീനിൽ കാണുമ്പോൾ അത്ര എഫക്റ്റീവ് ഫീൽ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ഫിലിം? എങ്ങനെയുണ്ടായിരുന്നു? വളരെ നല്ലതായിരുന്നു. ഇടയ്ക്ക് വെച്ച് പൃഥ്വിരാജ് ആണ് എന്നുള്ളൊരു ക്യാരക്ടർ, ആ ക്യാരക്ടർ നമ്മളൊക്കെ ഇൻവേഴ്സ് ആയി. ഇടയ്ക്ക് വെച്ച് അത് പൃഥ്വിരാജ് എന്നുള്ള ഒരു ആക്ടറിനെ പറ്റിയല്ല, നജീബാണ് അവിടെ നിൽക്കുന്നതെന്ന് നമുക്ക് തോന്നുന്നു. അത്രയ്ക്കും നല്ല ആക്ടിങ് ആയിരുന്നു. രാജേട്ടൻ ഞെട്ടിക്കണ കരയ്ക്കോ? ഇടയ്ക്കിടയ്ക്ക് വെച്ച് പൊട്ടിക്കൊണ്ടിരിക്കുന്നു നമ്മളിങ്ങനെ. പിന്നെ സെക്കൻഡ് ഹാഫാണ് എനിക്ക് സെക്കൻഡ് ഹാഫാണ് പിന്നെയും ഇഷ്ടപ്പെട്ടത്. ഫസ്റ്റ് ഹാഫ് എന്നല്ല, സെക്കൻഡ് ഹാഫ് എന്നല്ല. ഓസ്കാർ ലെവൽ എന്ന് പറയുമ്പോൾ അത്രയും പോകാനുള്ള നല്ല സാധ്യതകളുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. നല്ല VFX എല്ലാം കൊണ്ടും ഒരു 100% എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഹക്കീം എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്. അത് ഇവിടെ വെച്ചാണ് നമ്മുടെ കണ്ണങ്ങ് നിറഞ്ഞു പോകുന്നത്. അതാ ഞാൻ പറയാം, ആ ആക്ടറിനാണെന്ന് നമുക്ക് തോന്നത്തില്ല. ഇടയ്ക്ക് ആ ക്യാരക്ടർ തന്നെയാണ് അവിടെ നിൽക്കുന്നതെന്ന് നമുക്ക് തോന്നും.